ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ കണ്ടോ ഈ പാർട്ടി മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ? തീർച്ചയായിട്ടും അത് വരണമല്ലോ. ട്രോളുകൾ വരുന്തോറും നമ്മൾ ജനങ്ങളിലേക്ക് എത്തുക. ട്രോളുകളിൽ അത് രസമല്ലേ, ഞാനതിനെ ആസ്വദിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ചാനൽ ചർച്ചയെ കുറിച്ചൊക്കെ എത്ര ട്രോളുകൾ വന്നിട്ടുണ്ട്. ട്രോളുകളൊക്കെ നമ്മൾ ആസ്വദിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ചിലർക്ക് പെട്ടെന്ന് ഞാൻ മാറി എന്ന് പറയുമ്പോഴത്തേക്കുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് അവരോടൊന്നും ഒരു ശത്രുതയില്ല. ഇരട്ടപ്പേരുകളൊക്കെ ഉണ്ടല്ലേ, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കമന്റ് നോക്കുന്നവരാണ് കണ്ടത്. അത് എത്ര എണ്ണമുണ്ട്. അത് എനിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല. ഞങ്ങളിപ്പോ അതൊക്കെ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തായി ചോദിക്കും. ഞാൻ പലതിനും കോമഡി ആയിട്ട് കമന്റ് ഇടാറുണ്ട്. റെഡി ലൂക്കോസ് തന്നെ വിളിക്കാറുണ്ട്. അതെ, ഇതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അതെന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ആളായല്ലോ. ആരാലും അറിയപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ട്രോൾ ചെയ്യും. രസമാണല്ലേ ഒരു. ഞാൻ 100% ആസ്വദിക്കുന്ന ആളാണ്. ഞാൻ ഒന്നാമത് തന്നെ ഈ കോമഡി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. മനസ്സിന് സന്തോഷം കണ്ടത്. ഞാനിവിടെ വൈകിട്ട് കോമഡി ഷോ കാണും. ഞാൻ മലയാള മനോരമയുടെ ഒരു ചിരി മെമ്പർഷിപ്പിൽ ഒരിക്കൽ ഞാൻ ഗസ്റ്റായിട്ട് പോയായിരുന്നു. കാരണം ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ആസ്വാദനം ഒക്കെ നമുക്ക് ഇത് ആസ്വദിക്കണം. ഞാനത് ആസ്വദിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കൊരു ബലപ്പെടുത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളത് ഒരു ലൈഫേ ഉള്ളൂ. അത് ബി പോസിറ്റീവ് അല്ലേ. നമ്മളെന്തായാലും ഈ ജീവിതം അനുഭവിച്ചു തീർക്കും. അപ്പോൾ സന്തോഷത്തോടുകൂടി നല്ല മനുഷ്യരോടൊപ്പം നല്ല ഡെവലപ്മെന്റ്സ് കാണുന്നതോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അംഗീകാര സുഖമുണ്ട്. അതിനൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു. ട്രോളുകളെ 100% ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇത് തമാശ പറഞ്ഞല്ല, ദാറ്റ് ഇസ് ഫാക്ട്.